ഹാഫിളായ മകനെ എടാന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങളുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ നിസ്കരിക്കാൻ ഒരു ഹാഫിള് കൂടെ വേണ്ടേ? അതല്ലേ ഒരു മഹല്ലെന്ന് പറയുന്നത്. ഞാൻ ആ മക്കളെ വില കുറച്ച് കണ്ടതൊന്നുമല്ല. പക്ഷെ ഖുർആൻ പഠിക്കുന്ന മക്കളും കൂടെ വേണം, ഹാഫിളീങ്ങളും കൂടെ വേണം. ഒരു 10 മക്കളെ നിങ്ങൾ ഹാഫിളാക്കാൻ നാട്ടുകാർ മതി, വേറൊന്നും വേണ്ട. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു 10 മക്കളെ കൂടെ നിർത്തിയിട്ട് ഒരു ഹാഫിൾ ഉസ്താദിനെ കൂടെ നിർത്തിയാൽ അൽഹംദുലില്ലാ. എടോ, നിങ്ങളുടെയൊക്കെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ നിസ്കരിക്കാൻ ഒരു ഹാഫിളില്ലേ സഹോദരൻ? ഒരു 10 മക്കൾ ഈ മുത്തല്ലിങ്ങളുടെ കൂടെ ഖുർആൻ പഠിക്കുന്ന ഒരു 10 മക്കൾ നിസ്കരിക്കാനുണ്ടെങ്കിൽ അതിനേക്കാളും വലുതെന്തടോ? എടാന്ന് വിളിക്കാൻ പാടുണ്ടോ? ആരെ നമ്മളെ മക്കളെ എടാന്ന് വിളിക്കൂലേ? ഹാഫിളായ മകനെ എടാന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു ഹാഫിദിനെ എന്ത് വിളിക്കാൻ പാടില്ല? എടാ വാടാ പോടാന്ന് വിളിക്കാൻ പാടുണ്ടോ? തൊടണമെങ്കിൽ ഒതുവെടുക്കണം. എന്ത് ചെയ്യണം? തൊടണമെങ്കിൽ ഒതുവെടുക്കണം. അതാ ഹാഫിദ്. അതാണോ ഹാഫിദ്? അങ്ങനെയുള്ള ഒരു 10 മക്കള് ഈ നാട്ടുകാരായ നിങ്ങളുടെ മയ്യത്ത് കൊണ്ട് പള്ളി വെക്കുമ്പോൾ അള്ളാഹുവെ, ആ മയ്യത്ത് നിസ്കാരത്തിൽ നിന്നിട്ട് പടച്ചവനെ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതിനെക്കാളും വേറെ എന്ത് കിട്ടൂടും? അതിനെക്കുറിച്ചുകൂടെ നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.